ഒരാൾ SIP യിൽ നിക്ഷേപിക്കാൻ തുടങ്ങി, ഒരാൾ ലംസമായിട്ട് നിക്ഷേപിക്കാൻ തുടങ്ങി. എന്നാൽ SIP ആയി നിക്ഷേപിക്കുന്ന ആൾക്ക് വളരെയധികം കോടികളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നതെന്നും എന്നിട്ടും എന്തുകൊണ്ട് SIP ഓവർ റേറ്റഡ് ആകുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനാദ്യം എന്താണ് SIP എന്നും എന്താണ് ലംസം എന്നും മനസ്സിലാക്കാം. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഇന്റർവെല്ലിൽ നമ്മളുടെ കയ്യിലുള്ള പണം മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ ഒരു 10 വർഷമാണ് നമ്മളുടെ മെച്യൂരിറ്റി പീരീഡ് എന്നിരിക്കട്ടെ, അതായത് 10 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നിരിക്കട്ടെ. 10 വർഷം നിക്ഷേപിക്കേണ്ട മൊത്തം ഇൻവെസ്റ്റഡ് എമൗണ്ടിനെ ആദ്യം 10 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് അതിനെ വീണ്ടും 12 മാസങ്ങളായി ഡിവൈഡ് ചെയ്ത് പല പ്രാവശ്യമായി നിശ്ചിത ഇന്റർവെല്ലിൽ മാർക്കറ്റിലേക്ക് നിക്ഷേപം നടത്തുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു 100 രൂപ പ്രീമിയത്തിന് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് എപ്പോഴാണോ 95 ആകുന്നത്, അതുപോലെ തന്നെ 85, 80 ഇതുപോലെ മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് SIP വഴി വാങ്ങാൻ പറ്റും. ഇതെല്ലാം SIP യുടെ മനോഹാരിതയാണ്. ഇനി എന്താണ് ലംസം എന്ന് നോക്കാം. ആദ്യം പറഞ്ഞ കേസിൽ 10 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട മുഴുവൻ എമൗണ്ടും ഒറ്റത്തവണയായി നമ്മൾ ആദ്യമേ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ലംസം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. SIP ആണോ ലംസമാണോ അടിപൊളി? ഏതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഈ ചോദ്യം എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ലംസം എന്ന് തന്നെ ഉത്തരം പറയും. എന്താണ് കാരണം? നമ്മളിപ്പോൾ SIP യിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അതായത് ഒരു 10 ലക്ഷമാണ് 10 വർഷം കഴിയുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ ചെറിയ ചെറിയ ഗഡുകളായി അടയ്ക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 100 രൂപ, അതായത് യൂണിറ്റുകളായിട്ടാണല്ലോ നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുക, ആ മ്യൂച്വൽ ഫണ്ടിൽ ഒരു 100 രൂപയ്ക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങി. പിന്നെ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ പ്രൈസുകൾക്കൊക്കെ വാങ്ങി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 85 രൂപ ആവറേജിൽ നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഇവിടെ ലംസം ചെയ്ത ആള് അപ്പോഴും 100 രൂപയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും അദ്ദേഹം മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനോ ആവറേജ് ചെയ്യാനോ കൂടുതൽ പണം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ഇങ്ങനെ വരുന്ന അവസരത്തിലും SIP വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം എത്ര കാലം ഇന്ത്യൻ മാർക്കറ്റ് താഴെ കിടക്കും? അതായത് ഒരു ഡൗൺ മാർക്കറ്റ്, ഒരു ബിയർ മാർക്കറ്റ് എത്ര കാലം റൺ ആകും? വളരെ കുറച്ച് കാലം എന്നാണ് ഇതിൻ്റെ ഉത്തരം. കാരണം ഇത് നമ്മൾ 1992 സ്കാമ് മുതൽ 2008 സാമ്പത്തിക മാന്ദ്യം, കൊറോണ ക്രാഷ്, റഷ്യ ഉക്രൈൻ വാർ ഇതെല്ലാം കഴിഞ്ഞിട്ടും മാർക്കറ്റ് നമുക്ക് എപ്പോഴും ഒരു V ഷേപ്പ് റിക്കവറിയാണ് തന്നത്. അല്ലാതെ മാർക്കറ്റ് ഇന്ത്യയുടെ എക്കണോമി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ല, മാർക്കറ്റ് എന്നും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല. പക്ഷേ ഭൂരിഭാഗം ആളുകളും SIP ഒരു ഇൻഷുറൻസ് ആയിട്ടാണ് കാണുന്നത്. അതായത് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴൊക്കെ വാങ്ങി ആവറേജ് ചെയ്യാമല്ലോ, കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി ആഡ് ചെയ്യാമല്ലോ, ഇങ്ങനെ ഒരു ചിന്തയിൽ മാത്രം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടൈം ഗോളിന് വേണ്ടിയിട്ടാണോ? അല്ല എന്നാണ് ഞാൻ ഉത്തരം പറയുക. കാരണം മ്യൂച്വൽ ഫണ്ട് വഴി നമ്മൾ വെൽത്താണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇൻകം ജനറേഷൻ ആണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ പിന്നാലെ ഷോർട്ട് ടൈം ഗോൾസിന് വേണ്ടി പോകുന്നത്? ഞാനും 40 വർഷമോ അതിലധികമോ എത്ര കാലം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും കാലത്തേക്ക് മ്യൂച്വൽ ഫണ്ടിനെ ക്യാരി ചെയ്യാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ലോങ്ങർ പീരീഡിലേക്കാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ SIP കൊണ്ട് ഉണ്ടാകുന്ന മെച്ചം മാർക്കറ്റ് നമ്മൾ വാങ്ങിയ പ്രൈസിൻ്റെ താഴോട്ട് പോകുമ്പോൾ മാത്രമാണ്. 1-2 കൊല്ലം മാർക്കറ്റ് താഴേക്ക് പോയേക്കാം. ഏറി വന്നൊരു 5 വർഷം നമ്മൾ വാങ്ങിയതിന് ശേഷം മാർക്കറ്റ് താഴെ കിടന്നേക്കാം. അതിലധികം മാർക്കറ്റിന് താഴേക്ക് പോകാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് 22,000 നിഫ്റ്റിക്ക് ഇനി 35,000-ലേക്ക് 45,000-ലേക്കും 55,000-ലേക്കും ഒക്കെ പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ പോകേണ്ട സമയത്ത് നമ്മൾ ഒരു ഷോർട്ട് ടൈം ഗോളിന് പിന്നാലെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് SIP കൊണ്ട് കുറച്ചെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും. അതും മുഴുവനായിട്ട് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ 2 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ആവറേജ് ചെയ്ത് ഉണ്ടാക്കുന്ന ലാഭം എപ്പോഴാണോ മാർക്കറ്റ് നമ്മുടെ ബയ്യിങ് പ്രൈസിന് മുകളിലേക്ക് പോകുന്നത്, പിന്നെ SIP ചെയ്യുന്ന ഒരാൾ എപ്പോഴും ആവറേജ് ചെയ്യുന്നത് മുകളിലേക്കാണ്. അതുവരെ നമ്മൾ താഴേക്ക് ആവറേജ് ചെയ്തു, ഇനി നമ്മൾ മുകളിലേക്കാണ് ആവറേജ് ചെയ്യുന്നത്. അപ്പോഴെന്താണ് സംഭവിക്കുക? നമ്മൾ ഈ 2 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ കഷ്ടപ്പെട്ട് ആവറേജ് ചെയ്ത് ഉണ്ടാക്കിയതെല്ലാം ഒരു ബുൾ മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ബ്രേക്ക് ഇവനിലേക്കോ അതിനു മുകളിലേക്കോ ആവറേജ് ആയി പോവുകയാണ്. ഇതേ സമയത്ത് ലംസമായി ചെയ്ത ആൾക്ക് എന്താണ്? അദ്ദേഹം ഏത് കാലത്തും 100 രൂപയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നേരെ മറിച്ച് SIP ആയി ചെയ്ത ആൾ വീണ്ടും ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഉയർന്ന പ്രൈസിന് വാങ്ങി അദ്ദേഹത്തിൻ്റെ പ്രൈസ് ചിലപ്പോൾ 105 ആകാം, ചിലപ്പോൾ 110 ആകാം. അങ്ങനെ വരുന്ന സമയത്ത് ലംസം വാങ്ങിയ ആളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. ഇത് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലംസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ തുക ആദ്യമേ നിക്ഷേപിക്കുകയാണല്ലോ. അപ്പോൾ കോമ്പൗണ്ടിങ്ങും ഒരു വലിയ തുകയ്ക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യും. നേരെ മറിച്ച് മെച്യൂരിറ്റി പീരീഡിൽ മാത്രമാണ് 10 ലക്ഷം രൂപ SIP ചെയ്യുന്ന ആൾക്ക് ഇൻവെസ്റ്റഡ് എമൗണ്ട് ആയിട്ട് വരുന്നത്. പിന്നെയാണ് അതിന് അടുത്ത കോമ്പൗണ്ടിങ് നടക്കുന്നത് ആ 10 ലക്ഷത്തിന്. എന്നാൽ ഇവിടെ ആദ്യമേ 10 ലക്ഷത്തിന് 12% നമുക്ക് ഇവിടെ കോമ്പൗണ്ടിങ് നടക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴും ഇവിടെ തന്നെയാണ് മെച്ചം.
പിന്നെ നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ 5 വർഷം മാർക്കറ്റ് ഡൗൺ ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഇൻഷുറൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്. വീണ്ടും 35 വർഷം മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുണ്ട്. ഈ 35 വർഷവും നമ്മൾ വാങ്ങിയ ബൈയിങ് പ്രൈസിന് മുകളിലായിരിക്കാം മാർക്കറ്റ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? അനാവശ്യമായിട്ട് നഷ്ടം വാങ്ങി വെക്കുകയാണ്. ഇനി ഇതിനെ നമുക്കൊരു മാത്തമാറ്റിക്കൽ രൂപത്തിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മളിവിടെ ഗ്രോയുടെ SIP കാൽക്കുലേറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ ആ SIP എമൗണ്ട്, അതായത് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമ്മളൊരു 8500 എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 ഇയറിലേക്കാണല്ലോ കണക്കാക്കുന്നത്. 10 ഇയറിലേക്ക് 10 ലക്ഷം വെക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും SIP ആയി ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നാണല്ലോ കാണുന്നത്. അപ്പോൾ അവിടെ 8500 സെറ്റ് ചെയ്തു. പിന്നെ എക്സ്പെക്റ്റഡ് റിട്ടേൺ റേറ്റ് 12% എന്നും കൊടുത്തു. ടൈം പീരീഡ് 10 ഇയർ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എടുത്താൽ മതി. 19,74,882 രൂപയുടെ റിട്ടേൺ ആണ് നമുക്ക് ഈ ഒരു തരത്തിൽ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. 8500 രൂപ വെച്ചിട്ട് മന്ത്ലി അടക്കുകയാണെങ്കിൽ. ഇനി ഇതിന് നമുക്ക് നേരെ ലംസം കാൽക്കുലേറ്ററിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പം വാല്യൂസിന് എത്രയാണ് മാറ്റം വരുന്നതെന്ന് നോക്കാൻ പറ്റും. അതിനായിട്ട് ഇവിടെ ലംസം കാൽക്കുലേറ്റർ എടുത്തു. എന്നിട്ട് ആ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഏരിയ നമ്മൾ ഈ 8500 വെച്ചിട്ട് 10 വർഷത്തേക്ക് അടയ്ക്കുമ്പോൾ ടോട്ടൽ വരുന്ന എമൗണ്ടായ 10,20,000 എന്ന തുക കൊടുത്ത് എക്സ്പെക്റ്റഡ് റിട്ടേൺ 12% തന്നെ കീപ്പ് ചെയ്ത് 10 ഇയർ എന്ന് കൊടുത്തു. അപ്പോൾ തന്നെ നമുക്കിവിടെ മനസ്സിലാവും ടോട്ടൽ വാല്യൂ 31,67,965 രൂപ വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം രൂപയുടെ മാറ്റമാണ് ലംസവും SIPയും തമ്മിൽ വരുന്നതെന്ന്. ഇനി ഒരു കാര്യം എനിക്ക് എന്താണ് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ലംസമായിട്ട് ചെയ്യുകയാണെങ്കിലും നിഫ്റ്റി നമ്മളുടെ ബ്രേക്ക് ഇവനൊക്കെ കഴിഞ്ഞ് നമ്മൾ വാങ്ങിയ പോയിന്റ് കഴിഞ്ഞ് 100 രൂപ കഴിഞ്ഞ് പിന്നെ ഒരുപാട് മുകളിലേക്ക് പോയി, യൂണിറ്റ് പ്രൈസ് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് ഓരോ 3% ഒക്കെ കറക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട് വീണ്ടും, അതിപ്പോൾ SIP ചെയ്യുന്നവർക്കും പറ്റും അല്ലെങ്കിൽ ലംസം ആയവർക്കും പറ്റും, അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് ആവറേജ് ചെയ്യാവുന്നതാണ്. ആ ഒരു തരത്തിൽ നിഫ്റ്റി ഒരു വലിയ ശതമാനം കറക്ഷനൊക്കെ തരുന്ന സമയത്ത് പോലും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അതായിരിക്കും കുറച്ചും കൂടി ഒരു നല്ല മെത്തേഡ് ഇനി അങ്ങനെ ആവറേജ് ചെയ്യണം എന്നുള്ളവർക്ക്. അല്ലാതെ എല്ലാ പ്രൈസിലും, ഹൈ പ്രൈസിലും ലോ പ്രൈസിലും ഒരേപോലെ പോയി ആവറേജ് ചെയ്യരുത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി എനിക്ക് ഇവിടെ പ്രസ്താവിക്കാനുള്ള മറ്റൊരു കാര്യം, എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത്? നമ്മളുടെ വെൽത്ത് ജനറേറ്റ് ചെയ്യാനാണല്ലോ. നമ്മുടെ മാർക്കറ്റ് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ. നമ്മളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള വാറൻ ബുഫറ്റും രാകേഷ് ജുൻജുൻവാലയും ഒക്കെ ലോങ് ടൈം എന്ന പെർസ്പെക്റ്റീവിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മാർക്കറ്റ് ഏതാണോ ആ മാർക്കറ്റിനെ അവർ വിശ്വസിക്കുന്നു. മാർക്കറ്റിന് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകാം ഒരു ലംസം ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്ന്. ഇനി എല്ലാവരും ലംസം ചെയ്യണോ? വേണ്ട, എല്ലാവരും ലംസം ചെയ്യണ്ട. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നിത്യജീവിതത്തിനെ ബാധിക്കാത്ത വലിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ലംസമായി ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ഒരു ജോലി എടുത്ത് ജീവിക്കുന്ന ആൾക്ക് ഒരു വലിയ എമൗണ്ട് ആദ്യം തന്നെ നീക്കി വെക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെ വരുന്ന കേസിൽ SIP മനോഹരമാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഞാനിവിടെ പറയുന്നു, ലംസം എമൗണ്ട് ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നത് മാർക്കറ്റിലെ മിത്തുകളുടെ പുറമെ പോയിട്ട്, അതായത് SIP ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ വലിയ വലിയ നഷ്ടങ്ങൾ വരാനുണ്ട് എന്ന മിത്തിൻ്റെ പുറത്ത് ലംസം എമൗണ്ട് ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്ന ആളുകളെ പറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ലംസം ഉണ്ടെങ്കിൽ ലംസം തന്നെയാണ് മനോഹരം. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് നമ്മളുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ SIP എങ്കിലും നമ്മൾ ചെയ്യുക എന്നതും നിർബന്ധമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് പറ്റിയത് അത് തിരിച്ചറിഞ്ഞ് ചെയ്യുക. ഇങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ആളുകൾ ഇപ്പോഴും ഇത്രയധികം യൂട്യൂബ് വീഡിയോസ് സുലഭമായിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആളുകൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ കണ്ടന്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് വളരാം.